അതായത് അവനവൻ്റെ വാപ്പ, ഉമ്മ, അതേപോലെ അയൽവാസികൾ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, സഹപ്രവർത്തകർ, ഇവരോടൊപ്പം സമയം ചെലവഴിക്കാനും അവരോടൊപ്പം യാത്ര ചെയ്യാനും അവരോടൊപ്പം സംസാരിക്കാനും ഒന്നും ആർക്കും നേരമില്ല. ആ സമയത്ത് വരുമ്പോൾ എല്ലാവരും അവനാൻ്റെ മൊബൈൽ ഫോണും അവനാൻ്റെ ആളുകളുമായിട്ട് അങ്ങനെ പോകും. വീട്ടിലെന്തിന് അധികം ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പോലും എല്ലാവരും ഒന്നിച്ചിരിക്കുന്നുണ്ടാവും, പക്ഷെ എല്ലാവരും അവനവൻ്റെ ഫോണിലിരിക്കുന്നുണ്ടാവും. അതായത് അവനവൻ്റെ ആളുകളോട് കൂടുതൽ ബന്ധപ്പെടുക, സംസാരിക്കുക, സമയം ചെലവഴിക്കുക എന്നതിന് അതിനൊരു പ്രാധാന്യമില്ല, അതിന് സന്തോഷമല്ല. വീട്ടിലേക്ക് നേരത്തെ വരിക എന്നുള്ളതിലും പലർക്കും സന്തോഷമില്ല. എന്നാൽ ഇപ്പം ഇഷ്ടമുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എന്നെ പരിചയമില്ലാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പരിചയപ്പെടുക, അവരോട് ചാറ്റ് ചെയ്യുക, അവരോട് ബന്ധപ്പെടുക. അങ്ങനെ അവസാനം അതൊക്കെ പാടെ കൂടി ഇപ്പോൾ രൂപം കണ്ടിരിക്കണം എന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള കുറേ യാത്രകൾ ഉണ്ടായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് സോളോ ട്രിപ്പ് എന്ന് പേരിടും, അതേപോലെ തന്നെ സ്ട്രേഞ്ചേഴ്സ് ട്രിപ്പ് എന്ന് പേരിടും, അപരിചിതരുമായി ഒന്നിച്ചുള്ള യാത്ര. അതുപോലെ സോളോ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഒറ്റക്കുള്ള യാത്ര. അതിൽ പെൺകുട്ടികളാണ് കുറച്ച് കൂടുതൽ ആവേശം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എവിടുന്നാണ് കിട്ടുന്നത്? ഇത് റീൽസുകളിൽ നിന്നാണ് കിട്ടുന്നത്. ഈ ആളുകൾ ഇങ്ങനെ യാത്ര പോയിട്ട് അതിൻ്റെ റീൽസ് എടുത്ത് അത് വലിയ സംഭവമാക്കിയിട്ടിടും. ആ റീൽസ് കണ്ടിട്ട് പിന്നെ അതുപോലുള്ള യാത്രക്ക് വേണ്ടി ഇന്ന് നമ്മുടെ തലമുറ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പ്രായമുള്ള ആളുകൾ വരെ അതിന് തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് പ്രത്യേക സംവിധാനങ്ങളും വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ സൂചിപ്പിക്കാൻ കാരണം എന്താ വെച്ചാൽ, ഇങ്ങനെയുള്ള സംഗതികൾ എന്തിനാണെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതായത് അതിലുള്ള പോകുന്ന ആൾക്കാരും ഞാൻ അടച്ചാക്ഷേപിക്കുന്നല്ല, പക്ഷെ നല്ലൊരു വിഭാഗത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അവനവൻ്റെ കുടുംബം, ബന്ധുക്കൾ, അതുപോലെ സഹപ്രവർത്തകർ, അവനവൻ്റെ അങ്ങാടി, അങ്ങനെയുള്ള സ്ഥലത്ത് ഞാൻ ഇന്ന തറവാട്ടുകാരനാണ്, ഞാൻ ഇന്ന മഹലിൽപ്പെട്ടവനാണ്, ഇന്നോൻ്റെ വാപ്പയാണ്, ഇന്നോൻ്റെ മകനാണ് എന്നൊക്കെ കൃത്യമായിട്ട് എല്ലാവർക്കും ധാരണ ഉണ്ടാവും. അതുകൊണ്ട് എനിക്ക് ഇന്നടത്ത് പോകാൻ പറ്റൂല, ഇന്നത് ചെയ്യാൻ പറ്റൂല, ഇന്നത് പറയാൻ പറ്റൂല. ഇതൊരു ശരിക്കും ഒരു വലയമാണ് നമുക്കുള്ളത്. എന്നാൽ നമ്മളെ പരിചയമില്ലാത്ത ആളുകൾ, പരിചയമില്ലാത്ത സ്ഥലങ്ങൾ, പരിചയമില്ലാത്ത ദിനരാത്രങ്ങൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഞാനാരാ? കൂടുതലുള്ള ആൾക്കാർക്കും അറിയില്ല, കൂടുതലുള്ള ആൾക്കാരെ പറ്റി നമുക്കും അറിയില്ല. അപ്പം അവനവൻ്റെ ശഹ്വത്തുകൾ മുഴുവനും പുറത്തെടുക്കാനും എല്ലാം അനുഭവിക്കാനും വേണ്ടി തന്നെയാണ്, ഹറാമുകൾ അനുഭവിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന സംവിധാനങ്ങളാണിത്. ഇത് ഞാൻ വിശ്വാസികളോടാണ് പറയുന്നത്. ഈ നാളെ മറ്റൊന്ന് അതിൻ്റെ പിന്നാലെ ഒന്നുകൊണ്ട് ഇത്ര യാത്രകളൊക്കെ എല്ലാവരും പ്രയാസമാക്കുകയാണ്. അതിഷ്ടമുള്ള ആൾക്കാർ ചെയ്യുന്നുണ്ടാവും, അതിന് നല്ല നമ്മളോട് വിമർശിക്കുന്നത്. ഇസ്ലാമികമായി ചിന്തിച്ചാൽ അത്തരം യാത്രകളിൽ ഹറാമുകൾ വരാൻ സാധ്യത ഏറെയാണ്, യാതൊരു തർക്കവും വേണ്ട. അപ്പൊ ഇസ്ലാമിനെ പറ്റിയുള്ള യാത്രനെ പറ്റിയുള്ള കാഴ്ചപ്പാട് എന്താ? ഇസ്ലാം യാത്രാ വിലക്കൊന്നും പറഞ്ഞിട്ടില്ല, യാത്ര ചെയ്യാന്നാ പറഞ്ഞു. പക്ഷെ ആ യാത്രയിലും എന്താണ്? അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ വർദ്ധിപ്പിക്കാനാണ് യാത്രകൾ വേണ്ടതെന്നാ. നിങ്ങൾ ഭൂമിയിലൂടെ യാത്ര ചെയ്യുവീൻ, എന്നിട്ട് ഫൻളുറൂ, നിങ്ങൾ നോക്കുവീൻ, കൈഫ ബദഅൽ ഖൽഖ്, എങ്ങനെയാണ് സൃഷ്ടിപ്പിന്റെ തുടക്കമെന്ന് നിങ്ങൾ ചിന്തിക്കുവീൻ. പിന്നെ എങ്ങനെയാണ് അള്ളാഹു രണ്ടാമത് നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്നത്, പരലോകത്ത് നിങ്ങൾ ചിന്തിക്കുവീൻ. ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നാ പറഞ്ഞത്. അപ്പൊ യാത്രകൾ എന്തിനു വേണ്ടിയാ? അള്ളാഹുവിൽ നിന്ന് അകലാനല്ല, മതത്തിൽ നിന്ന് അകലാനല്ല, അള്ളാഹുവിലേക്ക് അടുക്കാനാണ്, ഈ പ്രപഞ്ചത്തിന്റെ വലുപ്പം അറിയാനാണ്. പക്ഷെ ഇപ്പോഴത്തെ യാത്രകൾ എന്തിനാ? അള്ളാഹിനെ കുറിച്ച് മറപ്പിക്കാനാണ്, അവനവന്റെ ധർമ്മം ഇല്ലാതെയാക്കാനാണ്, അവനവന്റെ ധാർമ്മികത ചവിട്ടിയരക്കാൻ വേണ്ടിയാണ്, ആ ഓരോ ഹറാമുകളിലൂടെ അഭിരമിക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടിയാണ് യാത്രകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യാത്രയെക്കുറിച്ച് എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? അസ്സഫറു ഖിത്അത്തും മിനൽ അദാബ്, യാത്ര എന്ന് പറയുന്നത് ശിക്ഷയിൽ നിന്നുള്ള ഒരു കഷ്ണമാണ്. കാരണം യംനഉ അഹദകും നൗമഹു വതആമഹു വശറാബഹു, നിങ്ങളുടെ ഉറക്കിനെ അത് തടയപ്പെടുന്നുണ്ട്, നിങ്ങളുടെ ഭക്ഷണത്തെ അത് തടയപ്പെടുന്നുണ്ട്, നിങ്ങളുടെ വെള്ളത്തെ അത് തടയപ്പെടുന്നുണ്ട്. ഭക്ഷണവും വെള്ളവും ഉറക്കവും ഒക്കെ ക്രമീകരണം തെറ്റുന്നതാണ് യാത്ര എന്ന് പറയുന്നത്. ഫഇദാ ഖലാ അഹദുക്കും, അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും അത്യാവശ്യ യാത്രകൾ നടത്തുകയാണെങ്കിൽ തന്നെ അത് കഴിഞ്ഞാൽ നഹ്മതഹു ഫൽയുഅജ്ജിൽ ഇലാ അഹ്ലിഹി, ആ ഉദ്ദേശം പൂർണ്ണമായാൽ നിങ്ങൾ വേഗം നിങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങി വരണം എന്നാണ്. അതിന്റെ അർത്ഥം എന്താ? യാത്ര എന്ന് പറയുന്ന ഒരു ആവശ്യത്തിന് വേണ്ടിയായിരിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ തെറ്റിത്തിരിയാൻ പാടില്ല. ഏറ്റവും മോശപ്പെട്ട സ്ഥലം അങ്ങാടിയാണെന്ന് പറഞ്ഞില്ലേ, ഏറ്റവും നല്ല സ്ഥലം പള്ളിയാന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് അങ്ങാടിക്ക് ഒരു ആവശ്യത്തിന് പോവുക, ആ ആവശ്യം കഴിഞ്ഞാൽ തിരിച്ചു വരിക. അതുപോലെ യാത്രകൾ ഒരു ആവശ്യത്തിന് പോവുക, ആ ആവശ്യം കഴിഞ്ഞാൽ തിരിച്ചു വരിക. ഇപ്പൊ അങ്ങനെയല്ല, യാത്ര ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി കൊണ്ടുവരുന്നു. എന്നാൽ കുടുംബത്തിനോടൊപ്പം യാത്ര ചെയ്യാൻ താല്പര്യമില്ല, ഭാര്യനോടൊപ്പം യാത്ര ചെയ്യാൻ താല്പര്യമില്ല. തൻ്റെ 2ാം ക്ലാസ് പഠിച്ച്, 10ാം ക്ലാസ് പഠിച്ച്, +1 പഠിച്ച്, അതുപോലെ B.Ed പഠിച്ച് ആ പഴയ ആളുകളൊക്കെ തട്ടിക്കുടഞ്ഞ് എഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്ന് അതിന്റെ ബാച്ച് പരിപാടി ഉണ്ട്, അത് 4 ദിവസവും 8 ദിവസവും 10 ദിവസവും എല്ലാ പ്രായക്കാർക്കും പോകാൻ ഒരു പ്രയാസമല്ല. ഇത്തരം കൂട്ടായ്മകളും അത് നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതും ഒരു തെറ്റായ കാര്യമാണ് എന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല.
എന്നാൽ അത് വെച്ചുകൊണ്ട് അവനവന്റെ ശഹവത്തുകൾ, അവനവന്റെ ഉള്ളിലുള്ള ഒരിക്കലും തന്റെ ഭാര്യയുടെ മുമ്പിൽ വെച്ച് ചെയ്യാൻ പറ്റാത്ത, ഭർത്താവിന്റെ മുമ്പിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആളുകൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു ഹോട്ടലിൽ ഒരു അത്യാവശ്യത്തിന് പോണ്ടി വന്നപ്പോൾ അവിടെ ഭയങ്കരമായ സൗണ്ട്. അപ്പൊ ആ സൗണ്ട് കേൾക്കുന്നത് എവിടുന്നാ നോക്കുമ്പോൾ ഒരു 60-70 വയസ്സിന് മുകളിലുള്ള ആളുകളാണ്. അവർ മിലിറ്ററിയിൽ നിന്ന് പിന്നെ തിരിച്ചു വന്ന ആൾക്കാരാണ്. അവരുടെ ഒരു സംഗമം കൂടിയിരിക്കുകയാണ്. മുഴുവൻ ആളുകളും മദ്യപിച്ച് പരിസരബോധമില്ലാതെ, പലർക്കും തുണിയില്ലാതെ അവിടെ ആർത്തലച്ചുകൊണ്ടിരിക്കുകയാണ്. പേരക്കുട്ടികളും ഒക്കെ പ്രായമുള്ള മനുഷ്യന്മാരാണ്. എന്തിനായി കൂടുന്നത്? എന്നിട്ട് ഇതിന്റെ ഒരു അവസ്ഥ കൊണ്ടുവന്ന് ഇതിന്റെ പിന്നാലെ എല്ലാവരും പോകുന്ന, ഇത് റീൽസായി കൊണ്ടുവന്നാൽ എല്ലാവരും ആ വഴിക്ക് പോകുന്ന ഒരു അവസ്ഥ ഇന്ന് സമൂഹത്തിലുണ്ട്. നല്ല ക്ഷമയില്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഈമാൻ സംരക്ഷിക്കാൻ കഴിയില്ല സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഈ കാണുന്നതൊക്കെ നമ്മൾ ഇസ്ലാമാണ്, ഒരു മുസ്ലിമാണ് ചെയ്യാൻ പറ്റുന്ന പരിപാടി എന്ന് വിചാരിച്ച ഒരാളും ഇന്ന് ഇറങ്ങിത്തിരിക്കാൻ പാടില്ല. ഒരു പെൺകുട്ടിയെ പറ്റി എന്താ പറഞ്ഞേ? അത് മഹറമില്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല എന്ന് ഇസ്ലാമിന്റെ അടിസ്ഥാനമല്ല. എന്നിട്ട് ആ കുട്ടികളാണ് ഒറ്റയ്ക്ക് ബൈക്ക് കൊടുത്തിട്ട് ഞാൻ കാശ്മീർക്കാണ്, ഞാൻ ഡൽഹിക്കാണ്, എന്നിട്ട് അതിന് ആ മക്കളൊക്കെ പിന്നെ വാപ്പി ഇമ്മിയും എല്ലാവരും കൂടെ വന്നു കണ്ട് അതിന് കൊടി ഉയർത്തി കാണിച്ചു കൊടുക്കുക. ആ കുട്ടികൾ അതിന്റെ യാത്രയായിട്ട് കാര്യങ്ങളായിട്ട് പോവുക. അപ്പൊ അത് രാത്രി ഒരു പ്രത്യേക ട്രിപ്പ്, രാത്രി 11 മണി മുതൽ നേരം വെളുക്കുമ്പോൾ 4 മണി വരെ ബൈക്കിൽ പ്രത്യേകമായ യാത്രകൾ, അതിന് പ്രത്യേകമായ ആളുകൾ. ഇവിടെ കുട്ടികൾ അതിന് വിടുക, അവർ പോയിട്ട് രാവിലെ തിരിച്ചു വരിക. ആരും ഇല്ലാത്ത സമയത്ത്, ആരും പരിചയമില്ലാത്ത സമയത്ത് എവിടേക്കാണ് ഈ കുട്ടികൾ പോകുന്നത്? ഇത് നോക്കാനും അത് നിയന്ത്രിക്കാനും കഴിയാത്തൊരവസ്ഥ എന്താ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് ഇസ്ലാമികമായി ഒരു വിശ്വാസിയുടെ സംസ്കാരത്തിന് യോജിച്ച രീതിയല്ല. രാത്രി കിടന്നുറങ്ങാനുള്ളതാണ്, വിശ്രമിക്കാനുള്ളതാണ്. ആ സമയത്ത് കണ്ടങ്ങാടിയിലൂടെ കറങ്ങാനുള്ളതല്ല. അതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ എപ്പോഴാണ് അവർക്ക് സുബഹി കിട്ടുക? എന്തായിരിക്കും അവസ്ഥ? അത് വേറൊരു ഒരു ലിബറൽ വേൾഡ് ഓർഡറാണത്. ഇവിടെ നമ്മുടെ ഓർഡർ എന്ന് പറയുന്നത് പരലോകമുണ്ട്, പടച്ചമുണ്ട്, മതമുണ്ട് എന്ന വിശ്വാസത്തിന്റെ ഒരു ഓർഡറാണ്. ഇത് രണ്ടും 2 ഓർഡർ തന്നെയാണ്. ഒന്ന് ദുനിയാവിന്റെ ആൾക്കാരാണ്, ഒന്ന് ആഖിറത്തിന്റെ ആൾക്കാരാണ്. നമ്മൾ ഏത് ആൾക്കാരാണെന്ന് വേഗം തീരുമാനിക്കണം. അല്ലെങ്കിൽ രണ്ടിലും പെട്ടിട്ട് ഒന്നും അല്ലാതായി പോകുന്ന ഒരു അവസ്ഥയായിരിക്കും നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാകുക. അതുകൊണ്ട് ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക.